നമസ്കാരം. ഇന്നലെ എല്ലാവരുടെ മുന്നിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിനിപ്പോൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ചാക്കോച്ചനും പ്രിയാമണിയും കൂടി ഒന്നിക്കുന്ന ചിത്രം എന്നത് വലിയൊരു പ്രത്യേകത കൂടി തന്നെയാണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ കഥ പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിനേതാവായും ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടറായും പ്രവർത്തിച്ച ജിത്തു അഷ്റഫാണ്. ഇവർ രണ്ടുപേരുടെയും സൗഹൃദവും ഇവർ രണ്ടുപേരുടെയും സന്തോഷമാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. സിനിമയ്ക്ക് ആദ്യമൊക്കെ തന്നെ ഒരു തണുത്ത ഒരു പ്രതികരണമായിരുന്നു. വലിയ രീതിയിൽ തന്നെ ചിത്രം ഹിറ്റാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ ആദ്യ ഷോകൾ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴുള്ള മികച്ച പ്രതികരണം തന്നെ ഈ സിനിമയെ രാത്രിയോളം ഹൗസ്ഫുൾ ആക്കി. പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളായിരുന്നു ഇന്നലെ രാത്രി ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം നടന്നത്. എല്ലാവരും അത് കണ്ട് ആശ്ചര്യപ്പെട്ടു. പെട്ടെന്നായിരുന്നു സിനിമയുടെ ബുക്കിംഗ് കൂടിയത്. ബുക്കിംഗ് പോലും ചെയ്യാതെ നേരത്തെ വന്ന സിനിമാ തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തവർ പോലും നിരവധിയായിരുന്നു എന്ന് പറയാം. സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് സംവിധായകന്റെ വൈകാരിക പ്രതികരണങ്ങളും ശ്രദ്ധ നേടുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ശേഷം പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയ്ക്ക് പിന്നാലെ ജിത്തു അഷ്റഫ് പൊട്ടിക്കരയുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മോഹൻലാൽ, മമ്മൂട്ടി കണക്കുകളൊക്കെ നോക്കി കഴിയുമ്പോൾ തന്നെ ചാക്കോച്ചൻ അതിലേക്ക് കടത്തിവെട്ടിയോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഏതൊരു ചിത്രം പുറത്തിറങ്ങിയാലും അത് മോഹൻലാലിന്റെ കണക്കുകൾ വീട്ടിയോ എന്നും മോഹൻലാലിനെ അതിക്രമിച്ചോ എന്നുമൊക്കെയാണ് നോക്കുന്നത്. വികാരതീതനായി സംവിധായകനെ കുഞ്ചാക്കോ ബോബനും ഉൾപ്പെടെയുള്ള സിനിമ അണിയറ പ്രവർത്തകരെയും ചേർത്ത് പിടിക്കുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വൈറലാകുമ്പോഴും എങ്ങനെയാണ് കണക്കുകൾ പറയാൻ തോന്നുന്നത് ചോദിക്കുകയാണ് മോഹൻലാൽ ആരാധകർ. ജിത്തു അഷ്റഫിന്റെ സംവിധാന മികവിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒരുപോലെ മികച്ചു നിൽക്കുന്നതെന്നും പ്രേക്ഷകർ പിടിച്ചിരുത്താൻ പാകത്തിൽ സംവിധാനമാണെന്നും സിനിമയുടെ അഭിപ്രായങ്ങളും ഗുജറാത്ത് പറയുന്നുണ്ട്. ജെയ്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതത്തിനും കയ്യടി ലഭിക്കുന്നുണ്ട്. രേഖാ ചിത്രത്തിന് ശേഷം ഈ വർഷത്തെ രണ്ടാമത്തെ ഹിറ്റാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നാണ് എല്ലാവരും ഇപ്പോൾ ഒരേ സ്വരത്തോടെ പറയുന്നത്. എന്നാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ അടുത്ത ഒരു ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപ നേടി എന്നതാണ് ചോദ്യം. 1.44 കോടി രൂപയാണ് നേടിയതെന്നാണ് ഏകദേശ കണക്കുകൾ പറയുന്നത്. കളക്ഷനിൽ പലതും ഓഫീസർ ഓൺ ഡ്യൂട്ടി തിരുത്തുമെന്നും കുറച്ചുപേരെങ്കിലും കുഞ്ചാക്കോ ബോബന്റെ കുതിപ്പിൽ കളക്ഷനിൽ വീഴുമെന്നാണ് പ്രതീക്ഷയിൽ പറയുന്നത്. ഇതൊക്കെ തന്നെയും ഇന്നലെ വൈകുന്നേരത്തിന് മുൻപ് വരെയുള്ള കണക്കുകളിൽ പറയുമ്പോഴാണ്. എന്നാൽ ഇത് ഇന്നലെ വൈകിട്ടത്തോടെയായിരുന്നു ഹിറ്റായി മാറിയതെന്ന് പറയുന്നു. പല ഷോകളിൽ തന്നെ ബുക്ക് മൈ ഷോയിൽ 1 മണിക്കൂർ മുൻപ് തിയേറ്ററിന്റെ കണക്കുകൾ അവസാനിപ്പിക്കുമെന്നൊരു സാഹചര്യം ഉള്ളിടത്തോളം കാലം അവിടെ തിയേറ്ററിൽ വന്ന തന്നെ നിരവധി പേരാണ് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെയും ഹൗസ്ഫുൾ ഷോകൾ ഓടിയ നിരവധി തിയേറ്ററുകൾ ഉണ്ട് എന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോലും റിപ്പോർട്ടുകളുണ്ട്. ഓഫീസർ ഡ്യൂട്ടിയിൽ നായിക കഥാപാത്രമായി എത്തുന്നത് പ്രിയാമണിയാണ്. ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ചിത്രം. നായാട്ട്, ഇരട്ട എന്ന ഹിറ്റ് ചിത്രങ്ങളുടെ പ്രേക്ഷക ശ്രദ്ധ നേടി ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫാണ് സംവിധാനം. ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടർ കൂടിയാണ് ജിത്തു അഷ്റഫ്. മാർട്ടിൻ പ്രകാശ് ഫിലിംസിനും ഗ്രീൻ റൂം പ്രൊഡക്ഷൻസിനും എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രകാശ്, സിബി ചവറ, രഞ്ജിത്ത് നായർ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണെന്ന് കൂടി ഇതിനൊരു പ്രത്യേകതയുണ്ട്. ജോസഫ് നായാട്ട് സിനിമകളുടെ തിരക്കഥാകൃത്ത് ഷാഹി കബീറാണ് സിനിമയുടെ രചന. അതുകൊണ്ട് തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ എല്ലാം എന്ന് പറഞ്ഞേ മതിയാകൂ. കണ്ടുമടുത്ത സ്റ്റോറി ലൈൻ ആണെങ്കിൽ കൂടിയും ഇതിന്റെ തിരക്കഥ മികച്ചതാക്കിയത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണം. ജോസഫ് എന്ന സിനിമയായാലും നായാട്ട് എന്ന സിനിമയായാലും അതിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകത ഇതിന്റെ തിരക്കഥ തന്നെയാണ്. അതുകൊണ്ട് ഷാഹി കബീർ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നു. ഒരു സിനിമയുടെ നട്ടലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തിരക്കഥ എഴുതിച്ചത് ഷാഹി കബീർ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ നട്ടൽ ഷാഹി എന്ന് തന്നെ നമുക്ക് പറയാം. ഗ്രീൻ റൂം പ്രൊഡക്ഷൻസിലൂടെ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്. പ്രണയവിലാസത്തിന് ശേഷം മാർട്ടിൻ പ്രകാശ് ഫിലിംസ്, ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നിവർ ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു ഇതിനുണ്ടായിരുന്നതെന്ന് ആദ്യം മുതലേ പറയുന്നുണ്ട്. ഓഫീസർ ഡ്യൂട്ടി നിർമ്മാണം നിർവഹിച്ചതുകൊണ്ട് തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ വെച്ചിരുന്നു. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ഓഫീസർ ഡ്യൂട്ടി വിതരണത്തിന് എത്തിയിരിക്കുന്നത്. ചാക്കോച്ചനും പ്രിയാമണിക്കും പിന്നാലെ ജഗദീഷ്, വിശാഖ് നായർ, മനോജ് KU, റംസാൻ മുഹമ്മദ്, ഉണ്ണി ലാലു, ജയ കുറുപ്പ്, വൈശാഖ് ശങ്കർ, ജിഷ്ണു ജി വാര്യർ, ലയ മാമൻ, ഐശ്വര്യ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നത്. ചാക്കോച്ചൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം എന്നതുകൂടി ഇതിന്റെ പ്രത്യേകതയാണ്. ജഗദീഷും വിശാഖ് നായരും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലുണ്ട്. മനോജ് KU, ഉണ്ണി ലാലു എന്നത് വളരെ ശ്രദ്ധേയ വേഷങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒട്ടും പുറകിലല്ലാതെ തന്നെയാണ് ജയാകുറുപ്പിന്റെയും വൈശാഖ് ശങ്കറിന്റെയും വിഷ്ണു ജി വാര്യറിന്റെയും പ്രകടനം എന്ന് പറയാം. അനുനാഥിന്റെയും ലയ മാമന്റെയും ഐശ്വര്യ തുടങ്ങിയവരുമാണ് മറ്റു ചിത്രത്തിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നതും ഇതിന്റെ പ്രേക്ഷക സ്വീകാര്യതയ്ക്ക് വലിയ വില കൊടുക്കുന്നത് തന്നെയാണ്.